സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായി 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലും നെയ്യും ഒന്നുമില്ലാത്ത ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം എടുക്കാനായിട്ട്. ബീഫ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 3-4 വിസിൽ വരുന്നിടം വരെ 1/4 ഭാഗം വേവിച്ചെടുക്കുക. ബാക്കി എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. ഇറച്ചി മുഴുവനും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 വിസിൽ വരുന്നിടം വരെ ബീഫ് വേവിച്ചെടുക്കാം. ഇറച്ചി തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. നീളത്തിൽ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ നിറയെ ചില്ലി ഫ്ലെക്സും. ബീഫ് ഉപ്പിടാതാണ് വേവിച്ചത്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും 2 സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ വിനാഗിരിയും ഇതിന് പകരം നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 3 മിനിറ്റോളം ഫ്രൈ ആക്കിയതിന് ശേഷം ബീഫെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ബീഫ് കുക്കറിൽ വേവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിനകം ബീഫ് ഫ്രൈ ആയി കിട്ടും. ബീഫ് ഇപ്പോൾ ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂട്ട് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾ ബീഫ് ഡ്രൈ ഫ്രൈ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. ഈ മസാലകളുടെ കോട്ടിങ് ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നൽകുന്നത്. ബീഫെല്ലാം വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബീഫ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ചോറിനും അപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാം പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. നിങ്ങളും ബീഫ് ഡ്രൈ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.